ഇവിടെ പോയി കിടക്കുവാണ്. ആ എല്ലാം ഓക്കെയാ. പരിപാടിക്ക് മുമ്പ് ബിയർ അടിക്കാനുള്ള വല്ല പ്ലാൻ ആണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. പറഞ്ഞേക്കാം. ബിയർ അടിക്കാനുള്ളത് പിന്നെ ഓപ്പൺ സിംഗർ അവിടെ ആ അങ്ങേർക്ക് തൊണ്ടവനാൻ വേണ്ടി അവിടെ കണ്ടിട്ട് ചായ കുടിക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ടമാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാശ് തരാം. തുടങ്ങണ്ടേ? എടാ ദിനേശ, എന്റെ കൊട്ടേഷൻ സ്റ്റാൻഡ് എന്ത്? എന്റെ കൊട്ടേഷൻ സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു? എന്ത് സാധനമാണ്? എടാ എന്റെ പാട്ടിന്റെ ഡയറി വെച്ച് പാടുന്ന സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻ സ്റ്റാൻഡ്. അത് നീയല്ലേ നോക്കണ്ടത്. ഞാൻ ഡയറി വെച്ച് പാടാറില്ലല്ലോ. ഞാൻ ഫുൾ ബൈ ഹാർട്ടിലല്ലേ പാടുന്നത്. എന്ന് പരിപാടി ഞാനിപ്പം എത്ര കൊട്ടേഷൻ സ്റ്റാൻഡ് മേടിച്ചെന്നറിയാം. എല്ലാം കൂടെ നിങ്ങൾ നശിപ്പിച്ച് കളയാണ്. നീയാണോ എടുത്തേ? ഞാൻ അതിൽ വെച്ച് പാടാറില്ലല്ലോ. ഞാൻ ഫോണിൽ നോക്കിയല്ലേ പാടുന്നത്. ഇത് എന്തൊരു കഷ്ടമാണിത്. എടാ ഇപ്പൊ ജംഗ്ഷനിൽ 4 ആള് കൂടിയേക്കണ സമയമാണ്. ഇപ്പൊ പാടിയാലെ കാര്യം നടക്കോളട്ടാവും. എന്റെ ഡയറി വെക്കാതെ എനിക്ക് എങ്ങനെ പാടാൻ പറ്റും? ഇതല്ലേ നിങ്ങളുടെ ചായക്കടയുടെ പുറകെ കൊണ്ട് വെച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചാരിറ്റി ഗാനമേള ആരംഭിക്കുകയാണ്. അമിത മദ്യപാനം മൂലം ലിവർ ഫിറോസിസ് എന്ന മാരക രോഗം ബാധിച്ച സുഗുണന്റെ ചികിത്സക്കായുള്ള ഗാനമേളയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ആദ്യമായി ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം ആലപിക്കുന്നതിനായി ഞങ്ങളുടെ മലയാളം ഗായകൻ തേക്കടി രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു തേക്കടി രാജു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി ജുഹേ ജുഹേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി ജുഹേ ജുഹേ സംഭവാമി ജുഹേ ജുഹേ. പ്രിയ സുഹൃത്തുക്കളെ, സഹൃദനായ ഒരു ചെറുപ്പക്കാരൻ 2000 രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ഞങ്ങളെ അല്ല, ആ ചെറുപ്പക്കാരനെ സഹായിച്ചിരിക്കുകയാണ്. വലിയ മനസ്സിന് നന്ദി, വലിയ മനസ്സിന് നന്ദി. ഹലോ 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 ഹലോ, 2000 രൂപ തന്നതല്ല, പിന്നെ 10 രൂപ എടുത്തിട്ട് 1990 രൂപ എനിക്ക് താ. അത് ശരി. അപ്പൊ നീ ചില്ലറ മാറാൻ വന്നാണോ? ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ. എന്തിനു ഫോട്ടോ എടുക്കുന്നത്? നിന്റെ ഈ മുടി വെട്ടുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി ഗാനമേള നടത്താൻ വേണ്ടി. ഒന്ന് ഫോട്ടോ എടുത്ത് എന്റെ പൈസ കൊടുക്കും. അവന്റെ പൈസ കൊടുത്തരേ. ചില്ലറ മാറാൻ വന്നിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സുഗുണൻ എന്ന ചെറുപ്പക്കാരന്റെ കരൾ രോഗ സംബന്ധമായ ചികിത്സാ ധനസഹായ ഫണ്ടിന് വേണ്ടിയുള്ള ചാരിറ്റി ഗാനമേളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അടുത്ത ഗാനം നമ്മുടെ യേശുദാസ് വളരെ കഷ്ടപ്പെട്ട് പാടിയ ഗാനം വളരെ നിസ്സാരമായി ഞങ്ങളുടെ മലയാളം ഗായകൻ തേക്കടി രാജുവിന്റെ ആലപിക്കും. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിമുരളീരവം. മധുമൊഴിരാതെ നിന്നെ തേടി സുഗുണൻ എന്ന ചെറുപ്പക്കാരൻ്റെ കരൾ രോഗം സംബന്ധമായിട്ടുള്ള ഈ ചാരിറ്റി പ്രവർത്തനത്തിന് നിങ്ങളുടെ കയ്യിലുള്ള അത് വലുതോ ചെറുതോ എന്തോ ആകട്ടെ, ഈ ബക്കറ്റിൽ കൊണ്ടിട്ടാൽ അദ്ദേഹത്തിനൊരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്. ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അത് ചെയ്യണം നിങ്ങൾ. രവോ രവോ രവോ. അടിപൊളി അടിപൊളി. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ എല്ലാവരും കയ്യിലുള്ള ചെറിയതും വലുതുമായ തുകകൾ ഈ ബക്കലിലിട്ട് ഞങ്ങളെ സഹായിക്കുക. അടുത്ത ഗാനത്തിലേക്ക് കിടക്കുന്നു.
വാടാമാപ്പിള എന്ന വർഗീയ ഗാനത്തിന് ശബ്ദം നൽകുന്നു. പേര് മാറ്റുന്നുണ്ടോ? മധുരൈ സിംഗാരവേലൻ. മധുരൈ സിംഗാരവേലൻ ആൻഡ് കോവേരി റാണി. വാടാമാപ്പിള പഴപഴ തോപ്പില വോളിബോൾ ആടലാമാ. മൂക്ക് കീഴെ പുത്തങ്കോട് അടിച്ചുപൊട്ട കത്തക്കൂടാതെ. எப்படி எப்படி அப்படி அப்படி வாடாமாப்பிள பழபழ தோப்பில வாலிபால் ஆடலாமா. ஆடும் சாக்கில சைக்கிள் பக்கில தூத்துக்குடி போகலாமா. ബക്കറ്റ് എടുക്ക് കാശ് തരാൻ വന്നേക്കണം. എടാ എന്തോ കാര്യമായിട്ട് തരാനാണ്. ഒരു കാര്യം പറഞ്ഞോ. ചെക്കാണ് ക്യാഷാണ്. അല്ല നിങ്ങളെ ലീഡർ ആരാ? ലീഡ് ചെയ്യുന്ന ആരാ? അതെ, എന്താ ഈ പരിപാടി? എനിക്ക് കാര്യം കൊണ്ട് മനസ്സിലായില്ല. എന്താ സംഭവം? എന്താ സംഭവമൊന്നുമില്ല. സുഗുണൻ എന്ന ചെറുപ്പക്കാരന് ലിവർ സിറോസിസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കണം. ഒരു വൻ തുക ആവശ്യമാണ്. അപ്പൊ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടുന്ന പണം ഞങ്ങൾ ഇങ്ങനെ പാട്ടുപാടി സമാഹരിക്കുകയാണ്. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പടത്തിൽ കാണുന്നതാണോ? ശരി, ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ കിട്ടി? ഫോട്ടോ ഞങ്ങള് ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്താണ്. ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്ത ഫോട്ടോയാണ്. അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്ത ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്നത്. അവനെ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് വെച്ചാടാ. അറിയോ അവനെ? എങ്ങനെയുണ്ടിപ്പോ? എത്രയും വേഗം ഞങ്ങൾ തുക അവിടെ എത്തിച്ചു തരും. ഒരു കാര്യം പറയട്ടെ. ഇവന് നിങ്ങൾ ഈ പറയുന്ന ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമേ ഇല്ല. ഇവൻ 5-6 വർഷമായിട്ട് ഗൾഫിൽ ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അറിയോ? ഇതുപോലുള്ള കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ഉടായ്പുമായിട്ട് നീയൊക്കെ ഇറങ്ങിയിരിക്കും അല്ലേ? സമാധാനം പറയേണ്ടി വരും. മേലെ തന്നെ ഒന്ന് ഏറിയ കണ്ടുപോകുന്നത് എഴുതാനും വെക്കണം. അവരുന്നം വെച്ചത് മെയിൻ ഗായകനാണ്. അത് നന്നായി. അയ്യോ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ ആവശ്യമില്ലാത്ത ഫോട്ടോ ഒന്നും വെക്കണ്ടെന്ന്. നിനക്ക് കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. നീ ഓടി, ഞാൻ കണ്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യോടാ? ഇനി നാളത്തോടെ നമുക്ക് പ്രോഗ്രാം വെക്കണമെങ്കിൽ ആരെങ്കിലും ഫോട്ടോ വേണ്ട ഫ്ലെക്സ് അടിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്, ഇനി നാട്ടുകാരുടെ ഫോട്ടോ ഒന്നും വെക്കണ്ട. എന്റെ ഫോട്ടോ വെച്ചോ. എന്റെ 2 കിഡ്നി അവന്മാർ അടിച്ച് തകർത്തടാ.